ഞാനൊരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയും ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പം മത്തങ്ങയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ബട്ടർനട്ട് സ്ക്വാഷാണ്. അത് പംകിൻ ഫാമിലിയിൽ തന്നെ ഉള്ള ഒരു മത്തങ്ങ പലതരത്തിലുണ്ടല്ലോ. നാട്ടിലെ മത്തങ്ങ ഇച്ചിരിയുടെ വ്യത്യാസം ഉണ്ടായിരിക്കും. മഞ്ഞ കളറിലുണ്ട്, ഇങ്ങനെ നീളത്തിലിരിക്കുന്നതിന് ബട്ടർനട്ട് സ്ക്വാഷ് അങ്ങനെ മേടിക്കാൻ കിട്ടും. നാട്ടിലും കിട്ടുമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ സാധാരണ മത്തങ്ങയും കൊണ്ടും റെഡിയാക്കി എടുക്കാൻ. രണ്ടായിട്ട് മുറിച്ചു ചെറിയ പോർഷൻ നമുക്ക് കേക്ക് ഉണ്ടാക്കാനും, വലിയ പോർഷൻ ഏകദേശം ഒരു 1 kg കാണും. അത് തൊലിയൊക്കെ ചെത്തി ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം വേണ്ട സാധനങ്ങൾ നോക്കൂ. ഒരു 1/2 കപ്പ് കാഷ്നട്ട് രണ്ടായി പൊളിച്ചിട്ട് അത് കുതിർത്തി വെച്ചിരിക്കുന്നതാണ് നന്നായിട്ട്. 2-3 വലിയ ഉണ്ടമുളകുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള 2 അപ്പം നമ്മൾ മെഴുക്ക് പുരട്ടിയൊക്കെ തയ്യാറാക്കുമാർ തന്നെ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. പക്ഷേ ഒരു ഇച്ചിരി കനത്തിൽ അരിയണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു പോകും. ബട്ടർനട്ട് സ്ക്വാഷ് ഇച്ചിരി ഒരു തിക്കായിട്ടുള്ള മീറ്റാണ് അതിൻ്റെ അകത്തുള്ള ഫ്ലഷ്. പക്ഷേ സാധാരണ മത്തങ്ങേനെ ഇച്ചിരി വരുക വലിപ്പത്തിൽ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ കാഷ്നട്ട് ചേർക്കാൻ മറക്കരുത്, അതാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. മധുരമൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ആ കാഷ്യൂ വലിച്ചെടുക്കും. അപ്പോൾ കാഷ്യൂവിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല എരിയുള്ള 3 മുളകാണ്, ഉണ്ടമുളകിന് ഭയങ്കര എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ മെഴുക്ക് പുരട്ടി റെഡിയാക്കി എടുക്കാൻ വിസ്താരമുള്ളൊരു പാൻ വേണം കേട്ടോ, അല്ലെങ്കിൽ കുടുകനുള്ള പാനാണെങ്കിൽ കുഴഞ്ഞു പോകും. വെളിച്ചെണ്ണ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ 2 ടീസ്പൂൺ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് കണ്ടോ, നല്ല വലിപ്പത്തിലുള്ള പാനിൽ റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ സവാള നല്ല വലിപ്പമുള്ളായിരുന്നു, 1.5 പോർഷൻ എടുത്തുള്ളൂ കേട്ടോ. അത് ഒന്ന് വഴണ്ടെടുത്തിട്ട് അതിനകത്തേക്ക് ഒരു വറ്റൽമുളകും മുറിച്ച് ചേർത്തായിരുന്നു കേട്ടോ. അപ്പോൾ എരിവ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വേരി ചെയ്യാം. അപ്പം മത്തങ്ങയൊക്കെയാണ് ഇച്ചിരി എരിവ് മുമ്പോട്ട് നിൽക്കണതാണ്. മസാല ഇച്ചിരി വേണം അതിനകത്ത്. മസാലയുടെ അളവ് ഞാൻ പറയാം. ഇപ്പോൾ വറ്റൽമുളക് ഒരെണ്ണം ചേർത്ത് ഞാൻ നല്ല എരിവുള്ള 3 ഉണ്ടമുളക് പോലെ കിട്ടുമല്ലോ, അത് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്താണ്. ഇത് പച്ചമുളക്, ഉണ്ടമുളക് ചേർത്ത് കൊടുത്തു. അപ്പോൾ അതിന് നല്ല എരിയാണ് ഞാൻ പറഞ്ഞ. പിന്നെ ചെറിയ പോർഷൻ വെളുത്തുള്ളി ചെറുതായിരിക്കുന്നത്, ചെറിയ പോർഷൻ ഇഞ്ചി. ഞാൻ പറഞ്ഞ മത്തങ്ങേൻ്റെ നമ്മൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരി മസാലയൊക്കെ വേണം. സാധാരണ മെഴുക്ക് പുരട്ടി പോലെയല്ല, അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കൊടുക്കുള്ളൂ കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തിക്കൊക്കെ കറിയായിട്ടും കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അനിയത്തി പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അപ്പോൾ ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കാഷ്യൂസ് കടിക്കാനായിരുന്നു കുറേ കൂടെ ഇഷ്ടം കേട്ടോ. അതിൻ്റെ ആ മത്തങ്ങയുടെ ഫ്ലേവറൊക്കെ വലിച്ചെടുക്കും അത്. അപ്പം നമ്മളൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഉള്ളി വഴണ്ട് കഴിഞ്ഞപ്പോൾ അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ മറ്റു പൊടികളും ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പം നന്നായിട്ട് കുഴച്ച് ഉടഞ്ഞു പോകരുത് കേട്ടോ, വേഗവും വേണം, എന്നാൽ ഒത്തിരി ഉടഞ്ഞും പോകരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ വീതിയുള്ള വിസ്താരമുള്ള പാൻ വെക്കണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുതിർത്തി വെച്ചിരുന്നുണ്ടല്ലോ, വെള്ളമില്ല കേട്ടോ, കുതിർത്തി വെള്ളമൊക്കെ മാറ്റിക്കളഞ്ഞ് കുതിർന്നിരിക്കുന്ന കാഷ്യൂസ് 2ആയിട്ട് പൊളിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ആ കാഷ്യൂം ഇതിനകത്ത് കിടന്നൊന്ന് വഴണ്ട് വരട്ടെ. ഒരുപാട് അങ്ങ് മൊരിയേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി, വെള്ളാംശമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു, 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മത്തങ്ങയും കൊണ്ട് ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി ചേർക്കും കേട്ടോ. അപ്പോൾ അതിനൊരു ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി മസാല വേണം, അപ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ മല്ലിപ്പൊടി ഒന്ന് ഇളകി കൂടി യോജിപ്പിച്ച് അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം നമുക്ക്. ഈ ഒന്ന് വഴണ്ട് പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച്, ഞാൻ ഈ നല്ല എരിവുള്ള മുളക് ഇട്ടുകൊണ്ടാണ് മുളക് പൊടി കുറച്ചിടുന്നത് കേട്ടോ. അപ്പം നോക്കൂ, ഒരു 1 kg ഇത്രയും കാണും മത്തങ്ങയല്ല ബട്ടർനട്ട് സ്ക്വാഷ്, മത്തങ്ങയുടെ ഫാമിലി തന്നെ. ഇപ്പോൾ നാട്ടിൽ മത്തങ്ങ കിട്ടണമെങ്കിൽ അതും കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് മത്തങ്ങ ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ സ്ലോ കുക്ക് ചെയ്തെടുക്കണം, അപ്പോഴാണ് ടേസ്റ്റ് കിട്ടുള്ളൂ. നിങ്ങൾക്കാണ് ഇച്ചിരി വലിപ്പം അധികം തോന്നും, പക്ഷേ കുക്ക് ചെയ്ത് വരുമ്പോൾ പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇതാണ് ഇളക്കി യോജിപ്പിക്കാം. മത്തങ്ങയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിളിലൊന്നാണ്. മത്തങ്ങ കൊണ്ട് പലതരം പുഡിങ് പോലെ നമ്മുടെ മത്തങ്ങ വിളയിച്ചുണ്ടാക്കാം നന്നായിട്ട്.
കാരണം ഇനി സൂപ്പ് ഉണ്ടാക്കണതാണ് ബട്ടർനട്ട് സ്ക്വാഷിൻ്റെ സൂപ്പ് ഉണ്ടാക്കണതാണ് ഏറ്റവും സൂപ്പർ കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഇട്ടിട്ടുള്ളതാണത്. മെഴുക്കുവരട്ടി നല്ലതായിരുന്നു. അപ്പോൾ ചേർത്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. അത് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ആദ്യം ചേർത്ത് കൊടുത്തു, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തു. ഇനി എരിവുള്ളത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ലെങ്കിൽ 1-1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. മസാലയുടെ കുത്ത് ഒത്തിരി മുന്നോട്ട് നിൽക്കുകയും ചെയ്ത്, എന്നാൽ ചെറുതായിട്ടൊരു മസാലയുടെ ഫ്ലേവർ ഉള്ളത് എപ്പോഴും നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചതച്ച കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തു. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. മത്തങ്ങയിലേക്ക് നമ്മുടെ പൊടികളെല്ലാം ഒന്ന് കൂടി ഒഴിച്ച് വരട്ടെ. ഇപ്പോൾ ഇളകി അങ്ങ് പൊടിഞ്ഞു പോവില്ലല്ലോ, അത് വെന്ത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി ഇളക്കരുത്. കുക്കായി കഴിഞ്ഞിട്ടും തുറന്ന് വെച്ചിട്ട് വേണം നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ പൊടികളെല്ലാം ഭാഗത്തേക്കും ആവട്ടെ. ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കൂടി വെച്ചിട്ട് തീ വളരെ കുറച്ചിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 1-2 പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ആവി പോകാത്ത മൂടി വെക്കണം. ഇനി ഇളക്കി കൊടുക്കാമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമുക്ക് പയ്യെ കുക്കായി വന്നു തുടങ്ങി. നല്ല മണം. ഓവർ കുക്കായി പോകരുത്. സാധാരണ മത്തങ്ങയാണെങ്കിൽ ഇച്ചിരി അവിടെ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് കുക്കായി കഴിഞ്ഞിട്ട് വേണം ഒന്ന് തുറന്ന് വെച്ച് ഒരു 5 മിനിറ്റും കൂടെ വെള്ളം വറ്റിച്ചെടുക്കാൻ. ഇനി ഇളക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, ഒത്തിരി ഉടച്ച് കളയാതെ ഇളക്കാൻ നോക്കണം. നോക്കിയാൽ മതി, ഞെക്കി നോക്കി വരുന്നുണ്ടെങ്കിൽ കുക്കായി വന്നു. അത് ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തുറന്ന് വെച്ചൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തു. അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാൻ കറി ലീവ്സ് ചേർത്തില്ലായിരുന്നല്ലോ. കറി ലീവ്സിൻ്റെ ഫ്ലേവർ ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഞാനിത് ചപ്പാത്തിക്കും ചോറിനും പോകുന്ന രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മല്ലിയില കുറച്ച് നുള്ളിയിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർനട്ട് സ്ക്വാഷ് മെഴുക്ക് വരട്ടി റെഡിയായി. ഊണിന് ഞാൻ ഇച്ചിരി ബീറ്റ്റൂട്ട് പച്ചടിയും മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പക്ഷേ അതൊക്കെ നേരത്തെ ഞാൻ ഇട്ടിട്ടുള്ളതായതുകൊണ്ട് പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം നമ്മുടെ ടേസ്റ്റി മെഴുക്ക് വരട്ടി റെഡിയായി. നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മളിതൊരു തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം റെഡിയാക്കി നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കാണാൻ ഒരുപാട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. മസാലയൊക്കെ ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ ഇത്. ഊണിനും ചപ്പാത്തിക്കും ഒരുപോലെ പറ്റും. അപ്പോൾ ഞാൻ ഈ സെർവിങ് ഡിഷിലേക്ക് മാറ്റി. ഞാൻ ഈ മത്തങ്ങയുടെ തന്നെ ഒരു ചെറിയ പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നമുക്കൊരു ലോഫ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനകത്ത് ഇച്ചിരി ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ക്രിസ്മസിന് നമുക്ക് പ്ലം കേക്ക് തന്നെ കഴിച്ച് മടുത്തെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. ഞാനിതിനകത്ത് ലോഫ് കേക്കിനകത്ത് ഞാനൊരു എന്താ പറയുക ഒലിവ് ഓയിലൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്, ഒരു വ്യത്യസ്തമായ രീതിയിൽ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ മെഴുക്ക് വരട്ടിയെല്ലാം സെർവ് ഡിഷിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഊണ് കഴിക്കുന്നതിനും പെട്ടെന്നൊരു ലോഫ് കേക്ക് കൊണ്ട് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാട്ടോ എടുക്കണേ, കുറച്ച് പോർഷൻ. അപ്പോൾ ഇത് മുഴുവൻ എടുക്കുന്നില്ല, സൂപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാം. നമുക്ക് 2 കപ്പ് അളവിലെ ഇത് മതി ഗ്രേറ്റ് ചെയ്ത്. അപ്പോൾ ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അത് ഇച്ചിരി ഒരു ടാസ്ക്കുള്ള പണിയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗ്രേറ്റ് ചെയ്ത് കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. പക്ഷേ നമ്മുടെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന പോലെ ഇരിക്കും.
അപ്പോൾ നോക്കൂ, ഫുള്ള് ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇതിനകത്ത് നിന്ന് 2 കപ്പ് അളവിന് മാത്രമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ, നമ്മുടെ ലോഫ് കേക്കിന് വേണ്ടി. അപ്പം നമുക്ക് അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഞാൻ ലോഫ് കേക്ക് ടിന്നൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അളവിൽ പ്ലെയിൻ ഫ്ലോർ ചേർത്ത് കൊടുക്കാം, മൈദപ്പൊടി. അപ്പോൾ ഒന്ന് അരിച്ചിട്ട് മാറ്റാം നമുക്ക്. ഒന്നര കപ്പ് ചേർത്ത് കൊടുത്തു. ഒന്ന് അരിച്ചിട്ട് മാറ്റാം നമുക്ക്. അത് അരിച്ച് മാറ്റി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തു. അതും കൂടി ഒന്ന് അരിച്ചിട്ട് മാറ്റാം. കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തു. 1/4 ടീസ്പൂണോളം ചേർക്കാം. അതൊന്ന് കൂടി യോജിപ്പിച്ചിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ പൊടികളെല്ലാം കൂടി യോജിച്ചു. വേറൊരു ബൗളിലേക്ക് ഒരു 3 മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ചേർക്കാം. ഒന്ന് ഉടച്ചെടുക്കാം ആദ്യം. ബീറ്ററൊന്നുമില്ല, ജസ്റ്റ് എഗ് ബീറ്ററും കൊണ്ട് മാത്രം. ഹാൻഡ് മിക്സറൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. നമുക്ക് മത്തങ്ങ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് മാത്രമാണ് അതിനകത്തൊരു ഭാരമുള്ള പണി. 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുക. അതുകൊണ്ട് മുട്ടയിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ മധുരം ഒത്തിരി വേണ്ടെങ്കിൽ ഇത് മതി കേട്ടോ. ഞാനൊരു 1/4 കപ്പ് സാധാരണ ഷുഗറും കൂടെ ചേർക്കുന്നുണ്ട്, കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിനകത്തേക്ക് ബട്ടറല്ല, അതിന് പകരം നമ്മൾ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1/4 കപ്പ് ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തു ഞാൻ. ഒലിവ് ഓയിൽ ഒരു കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അളന്ന് ചേർക്കാം. ഞാനൊരു 1/4 കപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. കൂടി യോജിപ്പിച്ചിട്ട് നമ്മുടെ ഓയിൽ കുറച്ച് ചേർക്കണം, എന്നാലേ നന്നായിട്ട് കൂടി യോജിച്ച് വരുള്ളൂ. ഇപ്പോൾ ഒരു 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് കൂടി യോജിച്ചെടുക്കണം. അപ്പോൾ ഒലിവ് ഓയിലാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. ഫ്രൂട്ട്സൊക്കെ ചേർത്തുണ്ടാക്കുന്നതാണ് റിച്ച് ആയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കും കേട്ടോ ബേക്ക് ചെയ്യാൻ. ഇത് മുഴുവൻ ചേർക്കുന്നില്ല, ഞാൻ പറഞ്ഞ പോലെ 2 കപ്പ് അളവിന് ഗ്രേറ്റഡ് പംകിൻസ്, നമ്മുടെ ബട്ടർനട്ട് സ്ക്വാഷ് ചേർത്ത് കൊടുത്തു. അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അതെല്ലാം കൂടി യോജിച്ച് വന്നു. നമ്മുടെ പൊടികളിലേക്ക് 2 ടീസ്പൂൺ സിനമൺ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അതും കൂടെ ഒന്ന് അരിച്ച് മാറ്റണം, അത് ചേർക്കാൻ മറന്നു പോയായിരുന്നു. ഇനി പൊടി കുറേച്ച് ഇതിനകത്തേക്ക് ഡ്രൈയും വെറ്റും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തെടുത്തത് ഞാൻ എഗ് ബീറ്ററും കൊണ്ട് തന്നെ ഒന്ന് കൂടി യോജിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വുഡൻ തവി ഉപയോഗിച്ചോ സ്പാച്ചുല ഉപയോഗിച്ചോ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. കുറേശ്ശെ പൊടി ചേർത്ത് ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്തേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ചേർക്കാം. നമ്മുടെ കയ്യിൽ വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഉണക്കമുന്തിരി കുതിർത്ത് ചേർത്താലും മതി. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തു. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും നമുക്ക്. മത്തങ്ങ ചേർത്തായിട്ട് തോന്നില്ല കേട്ടോ. നമുക്ക് ക്യാരറ്റ് കേക്കിൻ്റെ പോലെ ഒരു ഫ്ലേവർ, ഒരു ഫ്രൂട്ട് കേക്കാണ്. നമ്മുടെ മത്തങ്ങയുടെ ഗ്രേറ്റ് ചെയ്തതും മിക്സ്ഡ് ഫ്രൂട്ട്സും കോക്കനട്ടിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടും നമുക്ക്. പൊടി കുറച്ചും കൂടെ ഉണ്ട്, ഒരു കുറച്ച് പൊടി മാറ്റി വെക്കണം. നമ്മുടെ സോക്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, ഒരു 1/4 കപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്, ഒരുപാട് ചേർക്കുന്നില്ല, നമ്മുടെ മത്തങ്ങയൊക്കെ ചേർത്താണല്ലോ. അത് ആ പൊടിയിലൊന്ന് ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് ചേർക്കണം, അല്ലെങ്കിൽ അത് താഴേക്ക് താഴ്ന്നു പോകാതിരിക്കും. അപ്പോൾ ഇതും കൂടെ മിക്സ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പൊടിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോക്ക് ചെയ്ത ഫ്രൂട്ട്സ്, ഞാൻ ക്രിസ്മസിന് ഉണ്ടാക്കാൻ വേണ്ടി സോക്ക് ചെയ്തിരിക്കുന്ന ഫ്രൂട്ട്സാണ് കേട്ടോ. ഇതിന് പകരം ഞാൻ പറഞ്ഞ പോലെ സുൽത്താനാസോ നമ്മുടെ ഉണക്കമുന്തിരി കുതിർത്തതോ അല്ലെങ്കിൽ പ്രോൺസോ ഇത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ നമുക്ക്. അത് ഇങ്ങനെ പൊടിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിത്തെ ഇതും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ലോഫ് കേക്കിനുള്ള ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാം കൂടെ ഒന്ന് സ്പാച്ചിൽ ഉപയോഗിച്ച് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ലോഫ് ടിന്നിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 50 to 1 hour വരെ ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ.
ഞാൻ 50 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആയില്ലായിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റ്സും കൂടെ വെച്ചപ്പോൾ റെഡിയായി കിട്ടി. ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ലോഫ്റ്റിൻ. നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 170-ൽ 50 to 1 hour. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. അല്ല ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കേ പാടുള്ളൂ. പൊടികളെല്ലാം ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഓക്കെ, ഇനി നമുക്ക് ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ പോക്കറ്റ്സ് ഒക്കെ ഒന്ന് മാറാൻ. ചൂടായി കിടക്കുന്ന ഓവനിലേക്ക് വെക്കാം. നമ്മുടെ കേക്ക് റെഡിയായി. ചൂട് ആറിയില്ല ശരിക്കും, എങ്കിലും ചായ കുടിക്കാൻ സമയമായതുകൊണ്ട് ഞാൻ ചൂടോടെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കാണാൻ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്തുകൊണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും. നമുക്കൊരു കോക്കനട്ടിൻ്റെ ഫ്ലേവർ കിട്ടും. തേങ്ങയുടെ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള കേക്കാണ്. ടീ ടൈമിൽ നല്ലതാണ്. ക്രിസ്മസിന് ഡിഫറെൻ്റായിട്ട് നമുക്കൊരു കേക്ക് റെഡിയാക്കി നോക്കണമെങ്കിൽ ഇതും അടിപൊളിയാണ്. അപ്പം നിങ്ങൾ എന്തായാലും റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്ന പോലെ. അപ്പോൾ നോക്കൂ, ഞാൻ ചോറ് ഉണ്ടാട്ടെ കേട്ടോ. ലോഫ് കേക്കൊക്കെ റെഡിയാക്കി വെച്ചു. താങ്ക് യു.